Hi guys, welcome to Career Talks with Avodha. It's me, Harsha Matthew from Avodha. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അക്ഷയാണ് കരിയർ ടോക്സിൽ. നിങ്ങൾക്കറിയാം കരിയർ ടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ അബോധത്തിൽ ഒരു പുതിയൊരു കരിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ജോലി കിട്ടിയിട്ട് പണം അടച്ചാൽ മതി എന്ന് പറയുന്ന അബോധയിലെ ജോലി കിട്ടിയ കുറച്ച് കുട്ടികളുമായിട്ടുള്ള ഇൻട്രഡക്ഷൻ ആണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അക്ഷയ്. ഹായ്. Hi ma'am. വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. Thank you. ഓക്കെ, അപ്പം അക്ഷയനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തിക്കേ. അക്ഷയ് എവിടെ നിന്നാണ് വരുന്നത്? എന്റെ വീട് നീരമംഗലം എന്ന് പറയും. നമുക്ക് എറണാകുളം ബോർഡർ ആയിട്ട് വരും. ഞാൻ മൂന്നാർ റൂട്ടിലാണ്. ഓക്കെ, ഇപ്പം എന്താണ് പഠിച്ചത്? ആസ് എ പ്രൊഫഷൻ അക്ഷയ് എന്താണ് ഡിഗ്രി എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി BSc ബോട്ടണി ആയിരുന്നു. എവിടെയാണ് പഠിച്ചത്? ഞാൻ കാലടി ശങ്കര കോളേജിലാണ്. ഓക്കെ, ഏത് ഇയർ ആണ് പാസ് ഔട്ട് ആയവനെ? 2019 ആണ് പാസ് ഔട്ട് ആയത്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ. ഓക്കെ, ഫൈൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇപ്പൊ എന്താണ് ആസ് എൻ അബോധ ത്രൂ വന്ന കരിയറിലെ മാറ്റം എന്ന് പറഞ്ഞേ. പറയുകയാണെങ്കിൽ ഇപ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി 2 പേപ്പർ ക്ലിയർ ആവാനുണ്ട്. അപ്പോ അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അബോധനെ പറ്റി കേട്ടത്. അപ്പോ നിങ്ങളെ CEO ജോസഫ് സാറ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. ഞാൻ അങ്ങനെ വഴിയാണ് നേരത്തെ ജോയിൻ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കോഴ്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്ത് കോഴ്സ് എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ ഫീസും കാര്യങ്ങളും വരും. എനിക്കൊരു പേടി, ഞാൻ ഇനി ഒരു കോഴ്സ് പഠിച്ചിട്ട് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഫീസ് നമ്മൾ വെറുതെ വീട്ടുകാരെ കൊണ്ട് മുടി ചെയ്യണമല്ലോ. അങ്ങനെ അപ്പോഴാണ് അബോധനെ പറ്റി കേട്ടത്. അബോധയിലാകുമ്പോൾ ഫീസ് നമുക്ക് 2800 ഫീസ് വരുന്നുള്ളൂ. ബാക്കി ഫീസ് ജോലി കിട്ടിയാൽ മാത്രം അടച്ചാൽ മതി. അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനപ്പോ കയ്യിലും വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ ഇങ്ങനെ CEO ഒരു ഫ്രണ്ട് ആയതിന്റെ പേരിലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെയ്യാമെന്ന് ജോയിൻ ചെയ്തു. ഇപ്പൊ കോഴ്സും പഠിക്കാൻ വലിയ കുഴപ്പമൊന്നും. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എടുത്തത്. ഓക്കെ, ഫൈൻ. ഇപ്പൊ എന്ത് ചെയ്യുവാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്? അല്ല, ഇപ്പൊ എനിക്ക് നിലവിൽ ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എവിടെയാണ്? ക്രിയേറ്റീവ് ഹബില്. ഓക്കെ, ക്രിയേറ്റീവ് ഹബ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. Okay, fine. Anyway, congratulations from your family. All the very best. Then നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യം. ഇപ്പൊ പറഞ്ഞു എന്തുകൊണ്ടാണ് അബോധ ചൂസ് ചെയ്തത്, വൈ അബോധ എന്നൊരു ആൻസർ കിട്ടി. Then how was അബോധ? എങ്ങനെ ഉണ്ടായിരുന്നു അബോധ? കുഴപ്പമില്ല, നമുക്ക് ക്ലാസ്സുകളൊക്കെ വളരെ ഈസിയാണ്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ക്ലാസ് നമുക്ക് പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ എന്താണെങ്കിലും പിന്നെ നമുക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം നിങ്ങൾ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഷുവർ പറഞ്ഞിട്ടെങ്കിലും പോലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോ എന്തായാലും ഇപ്പൊ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ആയതോടുകൂടി ഏകദേശം ഡൗട്ടൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ജോബും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മള് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകും. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്നേ. സോ ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ ഇപ്പത്തെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡും കൂടെയാണ്. സോ ജോബ് കിട്ടും എന്നതിന് 100% അസിസ്റ്റൻസ് ഉണ്ട്. ദെൻ അപ്പം അബോധ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ അബോധയുടെ ഈവൻ ടെക്നിക്കൽ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അബോധയുടെ ക്ലാസ്സസിന്റെ ഒരു മോഡ് എങ്ങനെ ഉണ്ടായിരുന്നു അക്ഷയ്? ഒരു ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അബോധയുടെ ക്ലാസ്സിന് മെയിൻ ആയിട്ടുള്ള നമുക്ക് അഡ്വാൻറ്റേജ് നമ്മുടെ അവർ ഓൺ ടൈമില് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ ടൈമില്ല. അതാണ് അബോധ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഇന്ന സമയത്ത് നമുക്ക് കാര്യം വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ചെയ്യാം. അപ്പൊ അബോധയുടെ ഓൺ നമുക്ക് നമ്മുടേതായ ടൈം ഉണ്ട്. നമുക്കപ്പോ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ സമയം പോലെ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ അതാണ് അബോധയുടെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്നിട്ട് ഞാൻ പറയാം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ സൈഡുള്ള ഒരു കോഴ്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് വെബ്സൈറ്റ് ക്രിയേഷൻസും ഡൊമൈൻ പർച്ചേസ് ഒക്കെ ആണ്. പക്ഷേ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു അസൈൻമെന്റ് ഉണ്ട്. വെബ്സൈറ്റ് അസൈൻമെന്റ് ഉണ്ടായില്ല, എങ്കിലും ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഏതായിരുന്നു വെബ്സൈറ്റിന്റെ പേരെന്ന് പറയും? വെബ്സൈറ്റിന്റെ പേര് ബൈക്കേഴ്സ് മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബൈക്ക് സ്പെയർ പാർട്സ് സെല് ചെയ്യുന്ന, ബൈക്കിന്റെ ആക്സറീസ് സെല് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. ആണല്ലേ? ഓക്കെ, ഫൈൻ. അതായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക്സ് എങ്ങനെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞു ഉണ്ടായിരിക്കും. എല്ലാം ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ആഡ്സ് ഒക്കെ ചെയ്യാറുണ്ടോ?
യൂട്യൂബ് ആർട്സ് നിലവിൽ നമുക്ക് ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഞാൻ വർക്ക് ഇന്റേണായിട്ട് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ എനിക്ക് നിലവിൽ ആദ്യത്തെ വർക്ക് വന്നത് ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്യാനായിരുന്നു. അത് ചെയ്തു. പിന്നെ നിലവിൽ ഇപ്പൊ ഓക്കെ, നമ്മുടെ ഈ കമ്പനിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. അതെ, അതിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ ചോദിച്ചത്? അവോധയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണെന്നോ ചോദിച്ചേ? എന്റെ അടുത്ത് നമ്മളിപ്പോ ഡീക്രിയേറ്റ് ഹബിന്റെ ഇന്റർവ്യൂവിൽ എന്റെ അടുത്ത് മെയിൻ ആയിട്ട് ചോദിച്ചത് ഫേസ്ബുക്ക് ആഡ്സിനെ പറ്റി, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ആയിരുന്നു മെയിൻ ആയിട്ട് ചോദിച്ചത്. അവോധയിൽ നമ്മൾ കാരണം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ഇത്. നമുക്ക് ഈ ഫീൽഡ് അതിനകത്ത് നിലവിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടെന്ന് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യമുള്ളത്. ബാക്കി ആഡ്സ് ഒക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്ന ആളെന്നല്ല അത്യാവശ്യം നമുക്ക് ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അത് തന്നെയാണ് എന്റെ അടുത്ത് ചോദിച്ചത്. വേറെ കൂടുതലായിട്ടൊന്നും എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് പിന്നെ വെബ്സൈറ്റ് ഉണ്ടോ, വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺഫിഡന്റ് ആണോ എന്ന് ചോദിച്ചു. നമ്മള് 100% കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പ്ലേസ്മെന്റ് സർവീസിനെ പറ്റിയിട്ട് എങ്ങനെയുണ്ട്? ഇപ്പം എനിക്കറിയാം, ഇപ്പം ഇന്റേൺഷിപ്പ് ഒരു കമ്പനിയിലും ഇന്റേൺഷിപ്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മൾ എന്തിപ്പം കോഴ്സ് പഠിച്ചാലും. അപ്പൊ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്തായാലും ജസ്റ്റ് കോഴ്സ് പഠിക്കുന്നല്ലാതെ ഇന്റേൺഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കുറവാണ്. അപ്പൊ ഇൻ യുവർ കൺസേൺ അക്ഷയ്, ഈ ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അക്ഷയ്ക്ക് എന്താണ് അഭിപ്രായം? ഇന്റേൺഷിപ്പ് നമ്മളിപ്പോ ഈ ഐ.ടി ഫീൽഡിലായതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന കോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്ക് ഒരുപാട് മേളിലായിരിക്കും. അപ്പൊ അതിപ്പോ അവോധയല്ല, ഏതിന്റെ കോഴ്സ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും നമുക്ക് ഈ കോഴ്സ് വരുന്നത് ജസ്റ്റ് നമ്മൾ എല്ലാം ഒരു അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു 3 മാസം ഇന്റേൺഷിപ്പ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നാളെ ഒരു ജോലിക്ക് കയറുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആവും. വർക്കിംഗ് 3 മാസത്തെ ആണെങ്കിൽ നമുക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ആവും. നമ്മള് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അറിവാണല്ലോ നമുക്ക് ഇന്റേൺഷിപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോൾ. അത് നമ്മൾ നിലവിൽ വർക്കിംഗ് റണ്ണിംഗ് ആയിട്ടുള്ള കമ്പനി തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മളെ പ്രൊഫഷണലി എങ്ങനെ ചെയ്യാം, കാരണം ചെയ്യുന്നതും പ്രൊഫഷണലി ചെയ്യുന്നതായിട്ട് ഡിഫറൻസ് ഉണ്ടല്ലോ. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ദെൻ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഇപ്പം എങ്ങനെയായിരുന്നു പ്ലേസ്മെന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ? ഡയറക്ട്ലി കോൾ വരുമായിരുന്നോ, അത് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യായിരുന്നോ? എനിക്ക് ഡയറക്ട്ലി ഇന്റർവ്യൂ കോള് ഡയറക്ട്ലി വരുമായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു ഈ വീക്ക് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ വീക്ക് ഇന്റർവ്യൂ ഷെഡ്യൂളിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് ഒരു തവണ തന്നെ അവോധയിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. തൃശ്ശൂർ ഒരു മാർക്കറ്റ് ഓഫീസ് ഇന്റേൺഷിപ്പ് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് തൃശ്ശൂർ തന്നെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഏകദേശം 100 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് മാർക്കറ്റ് ഓഫീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ആക്കി തരാൻ പറഞ്ഞു. അപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ രണ്ടാമത് വർക്ക് ഫ്രം ഹോം. അവോധ ആക്ച്വലി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ കോഴ്സ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈവൻ ഇന്റർവ്യൂ സ്കിൽസ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് റെസ്യൂമ മേക്കിംഗ് അങ്ങനെയൊക്കെ. ശരിക്കും അത് ഹെൽപ്പിംഗ് ആയിട്ടുണ്ടോ? റെസ്യൂം മേക്കിങ്ങിനകത്ത് നമുക്ക് റെസ്യൂം മേക്കിങ്ങിൽ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ് അതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. കാരണം ക്യാൻവ വഴി റെസ്യൂം മേക്ക് ചെയ്യാമെന്നല്ലാതെ അതിനകത്ത് കൂടുതൽ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കൊടുക്കണം എന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മളിത് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് പ്രൊഫഷണൽ റെസ്യൂം എങ്ങനെ ഉണ്ടാക്കണമെന്നും അതിനകത്തൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് റെസ്യൂം മേക്ക് ചെയ്യാം. നമ്മൾ അതിനകത്ത് നമുക്ക് ടെംപ്ലേറ്റ്സ് ഉണ്ട്, അത് വെച്ച് മാറ്റി നമ്മുടെ അങ്ങനെ റെസ്യൂം മേക്ക് ചെയ്യാമെന്ന് നറേറ്റ് ചെയ്യുന്നുണ്ട് ക്യാൻവയിലേക്കൊക്കെ. ഓക്കെ, അപ്പം ഇതാണ് ഓവറോൾ. ഓക്കെ, അപ്പൊ ഇനി ഒരു പുതിയൊരു അവോധയിലേക്ക് ഒരു കുട്ടി വരാണ്. അപ്പം അവരോട് എന്താണ് അവോധയൻ അക്ഷയ്ക്ക് പറയാനുള്ളത്? എനിക്ക് പറയാണെന്നാണ് നമുക്ക് എന്താ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു എന്റെ ഫ്രണ്ടിനോട് എനിക്ക് പറയാം ധൈര്യമായിട്ട് നമുക്ക് ചെയ്യണം. കാരണം നമുക്ക് പഠിക്കാൻ എളുപ്പം. എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഷുവറായിട്ട് പറ്റും. കാരണം ഞാൻ BSc ബോട്ടണി പഠിച്ചാലെന്ന് പറഞ്ഞാൽ BSc നല്ല ടഫായിട്ടുള്ള കോഴ്സാണ്. അപ്പൊ എന്റെ കൂടെ തന്നെ പേപ്പർ കിട്ടാനുള്ള കുട്ടികളുണ്ട്. BSc ബോട്ടണി ആണോ പഠിച്ചത് അല്ലേ? അപ്പൊ എൻ്റർലി ഡിഫറെന്റ് ഫീൽഡ്. അപ്പൊ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ആണോ നമ്മുടെ ഫ്രോം ദ ബേബി സ്റ്റെപ്സ് തൊട്ടാണോ പഠിപ്പിക്കുന്നത്? ഏതാ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നോൺ ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്നല്ലേ വന്നത്? മാർക്കറ്റിംഗ് നമുക്ക് ഈ ഫീൽഡല്ലേ നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കോഴ്സ്. നമുക്ക് താല്പര്യമുള്ളവർക്ക് പഠിച്ചെടുക്കാവുന്ന കോഴ്സുള്ളൂ. എനിക്ക് ഈ ഫീൽഡ് IT ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡായിരുന്നു. പക്ഷെ എങ്ങനെ ഇങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായില്ല. പഠിച്ച കോഴ്സ് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ BSc ബോട്ടണിയിൽ നിന്ന് എത്തിയതാണ്.
അല്ലേ? ഓക്കെ. അപ്പം പുതിയൊരു കുട്ടീനെ വരുമ്പോഴത്തേക്കും ഹൈലി റെക്കമെൻഡഡ് ആണ് അല്ലേ? അക്ഷയ് റെക്കമെൻഡ്, റൈറ്റ്? ഞാനിപ്പോ എന്റെ തന്നെ ഒരു കുറെ ഫ്രണ്ട്സ് ഉണ്ട് നിലവില്. അപ്പൊ അവരെല്ലാരും വെയിറ്റ് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്റേൺഷിപ്പായി ഞാൻ ജോബിലും കൂടെ എനിക്ക് ജോബ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് അവര് കയറാൻ വേണ്ടിട്ട് നിൽക്കുന്ന ഒരു 5-6 പേര് കൂടുതൽ എന്തായാലും ഉണ്ട്. Oh, right. Good. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. Yes. Internship and early placement destinations is waiting for you more opportunities. Okay. Anyway, thank you so much, Akshay. All the very best. അപ്പം കരിയർ ടോക്സിന് വന്നതിന് താങ്ക് യു. യുവർ കരിയർ വിത്ത് അബോധ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്, അക്ഷയ്. താങ്ക് യു സോ മച്ച്.